ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. കുത്തിയുള്ള ചുമയും തൊണ്ടവേദനയും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മൾ പനിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് പനിയൊന്നും ആവാൻ, പനി ഉള്ളിലേ ആയിരിക്കും, പക്ഷെ നമുക്ക് പുറമേ അറിയത്തില്ല. സാധാരണ നമുക്ക് മൂക്കൊലിപ്പ്, ജലദോഷം, പിന്നെ കണ്ണിക്കൂടെ വെള്ളം എടുക്കുക, ഇതൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും പനിയാണെന്ന് മനസ്സിലാവും. അപ്പം നമുക്ക് പനിക്കുള്ള മരുന്ന് മേടിച്ചാൽ മതി. പക്ഷെ ഇതങ്ങനെയല്ല. നമുക്ക് പനിയോ അല്ലെങ്കിൽ ജലദോഷമോ ഒന്നും കാണത്തില്ല. വെറുതെ നമുക്ക് ഇരിക്കുന്നിരിപ്പിൽ തന്നെ കുത്തിയുള്ള ചുമ, കുത്തിയുള്ള ചുമ, പിന്നെ അതോടൊപ്പം നല്ല മഞ്ഞ കള്ള കഫം, ഇതൊക്കെ ആയിരിക്കും നമുക്ക് കാണുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ഒരു മരുന്ന് മേടിച്ച് കഴിച്ചങ്ങ് ഇതാക്കാമെന്ന് വിചാരിക്കും. അങ്ങനൊന്നും ആവരുത്. പെട്ടെന്ന് തന്നെ ഡോക്ടറെ പോയി കാണണം. കാരണം ഇങ്ങനെ വരുന്നതൊക്കെ ലാസ്റ്റ് ന്യൂമോണിയ ആവാൻ സാധ്യതയുണ്ട്. കാരണം 2-3 ദിവസം കൊണ്ട് ഞാൻ അനുഭവിക്കുന്നത് എനിക്കറിയാവുന്നതാണ്. നമ്മളിതൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ അവസാനം ന്യൂമോണിയൊക്കെ ആയി പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കുത്തിയുള്ള ചുമയും മഞ്ഞക്കടലിലെ കഫവും നെഞ്ചുവേദനയും തൊണ്ടവേദനയൊക്കെ വന്നാൽ നമ്മൾ ഡോക്ടറെ കാണുക. ഡോക്ടറെ കണ്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരമുള്ള മരുന്ന് കഴിക്കണം. അല്ലാതെ വീട്ടിലുള്ള ചെറിയ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യരുത്. കാരണം ഞാൻ അനുഭവിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ചുമയും തൊണ്ടവേദനയും നെഞ്ചിനകത്ത് വേദനയൊക്കെ വന്നാൽ അത് വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ പോയി കാണണം. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് ഡോക്ടറെ പോയി കാണാൻ നോക്കണം. അല്ലാതെ വീട്ടിലെ ട്രീറ്റ്മെൻറ്റോട്ടൊന്നും ഇരിക്കരുത്. പൊതുവേ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ മിക്കവാറും എല്ലാം ന്യൂമോണിയാണ് കാണുന്നത്. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം. എന്നാൽ ശരി, അധികം സംസാരിക്കാൻ വയ്യ. ഓക്കെ ബൈ.